കർത്താവിനായി പാടും, ജീവിച്ചിടും നാളല്ല. ദൈവമഹത്വം കൊണ്ടാടും, കീർത്തിക്കും തൻ വാത്സല്യം. ഹല്ലേലൂയ ദൈവത്തിനും, ഹല്ലേലൂയ പുത്രനും, ഹല്ലേലൂയ ആത്മാവിനും, എന്നും സർവകാലത്തും. ഭാരമുള്ളോർ മനസ്സല്ല ദൈവാത്മാവിൻ ലക്ഷണം. സാക്ഷാലഭിഷിക്തർക്കെല്ലാം കാലത്തും സന്തോഷിക്കാം. ഹല്ലേലൂയ ദൈവത്തിനും, ഹല്ലേലൂയ പുത്രനും, ഹല്ലേലൂയ ആത്മാവിനും, എന്നും സർവകാലത്തും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും പരമരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16 അധ്യായത്തിന്റെ 26 വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു പ്രസ്താവനയാണ് നാം ഇവിടെ കേട്ടത്. ആ പ്രസ്താവനയിലൂടെ യേശുക്രിസ്തു മനുഷ്യന്റെ മൂല്യം വെളിപ്പെടുത്തുകയാണ്. ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ ഈ പ്രസ്താവനയ്ക്ക് ചെവി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നാം ഒന്ന് വിലയിരുത്തേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മനുഷ്യൻ ആരാണ്? വിശുദ്ധ ബൈബിൾ ആധികാരികമായി മനുഷ്യനെ വെളിപ്പെടുത്തുകയാണ്, മനുഷ്യന്റെ മൂല്യം വെളിപ്പെടുത്തുകയാണ്. 1 തെസ്സലോനിക്ക ലേഖനം 5 അധ്യായത്തിന്റെ 23 വാക്യം വായിക്കുമ്പോൾ മനുഷ്യൻ ആരാണ് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. മനുഷ്യനിൽ 3 ഘടകങ്ങൾ ഉള്ളതായി വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നു: ആത്മാവ്, ദേഹി, ദേഹം. ഒരു മനുഷ്യനെന്ന് പറയുന്നത് ഇത് 3ഉം ചേർന്നതാണ്. ആത്മാവില്ല എന്ന് വാദിക്കുന്ന നാസ്തികന്മാരായിരിക്കുന്ന ആളുകൾ, ഭൗതികവാദികൾ, അവരോട് ഒരു വാക്ക് സൂചിപ്പിക്കട്ടെ. താത്വിക മണ്ഡലത്തിലും ശാസ്ത്രീയ മണ്ഡലത്തിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വിഷയമാണ് മനുഷ്യന് ആത്മാവുണ്ടോ ഇല്ലയോ എന്നുള്ള വസ്തുത. ലോകം ആദരിച്ച പ്രസിദ്ധനായ ഒരു ഫിലോസഫറാണ് സോക്രട്ടീസ്. അദ്ദേഹത്തിന് വിഷം കൊടുത്ത് കൊല്ലപ്പെടുന്ന വേളയിൽ അദ്ദേഹം അരികെ നിന്ന തനിക്ക് വിഷം നൽകിയ ആ വ്യക്തിയോട് പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾക്ക് എന്റെ പാഞ്ചഭൗതികമായ ശരീരത്തെ കൊല്ലാം, പക്ഷേ എന്നിൽ അനശ്വരമായ ഒരു ആത്മാവുണ്ട്, അതിന് നിങ്ങൾക്കൊന്നും ചെയ്യുവാൻ സാധ്യമല്ല. ഫിലോസഫി പഠിക്കുന്ന ആളുകൾ ഇതൊന്ന് മനസ്സിലാക്കിയെങ്കിൽ എത്ര നന്നായിരുന്നു. വിശുദ്ധ ബൈബിളിലേക്ക് വന്നാൽ ആധികാരികമായി ദൈവദാസന്മാർ ഈ കാര്യം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. 42 സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. സക്കറിയാവിന്റെ പുസ്തകം 12 അധ്യായം വായിക്കുമ്പോൾ ആധികാരികമായി പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവിനെ ദൈവം നിർമ്മിച്ചിരിക്കുന്നു എന്നുള്ളത്. ചോട്ടാ നേതാക്കന്മാർ എഴുതിയ കുട്ടി പുസ്തകങ്ങൾ വായിച്ച്
ഭൗതിക സിദ്ധാന്തങ്ങളുടെ പിറകെ പായാതെ വിശുദ്ധ ബൈബിളിനെ വിശ്വസിക്കൂ. ബൈബിളിൽ ആധികാരികമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, മനുഷ്യന് വിലപ്പെട്ട ഒരാത്മാവുണ്ട്. ആ വാക്യത്തിൽ മത്തായി സുവിശേഷം 16 അധ്യായം 26 വാക്യത്തിൽ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് ആത്മാവിന്റെ ഉടയവനായ കർത്താവ് പറയുന്ന അടുത്ത വാചകം ശ്രദ്ധേയമാണ്. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? എന്താണ് ആത്മാവിനെ നഷ്ടമാക്കുക എന്നതുകൊണ്ട് ബൈബിൾ ഉദ്ദേശിക്കുന്നത്? ആത്മാവിനെ നഷ്ടമാക്കുക എന്നതുകൊണ്ട് ബൈബിൾ വിവക്ഷിക്കുന്നത് ഇങ്ങനെയാണ്: ആത്മരക്ഷ പ്രാപിക്കാതെ പോകുക, നിത്യജീവൻ പ്രാപിക്കാതെ പോകുക എന്നിത്യാദി ആശയങ്ങളാണ് ആത്മാവിനെ നഷ്ടമാക്കുക എന്നതുകൊണ്ട് കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആത്മാവുള്ള മനുഷ്യന് ദൈവസന്നിധിയിൽ വലിയ മൂല്യമുണ്ട്. ചാൾസ് മേയോ പറഞ്ഞതുപോലെ മനുഷ്യന്റെ വില കേവലം 6 രൂപ 40 പൈസയല്ല. മനുഷ്യന്റെ വില സർവ്വലോകത്തെക്കാൾ വിലയേറിയതാണ്. ദൈവസന്നിധിയിൽ വിലയുള്ള മനുഷ്യൻ, മൂല്യമുള്ള മനുഷ്യൻ, സൃഷ്ടിയുടെ മേൽ അധികാരമുള്ള മനുഷ്യൻ ഇന്നെത്തപ്പെട്ടിരിക്കുന്ന അപകടകരമായ ഒരു നിലയുണ്ട്. അതിന് ബൈബിൾ പറയുന്ന പേരാണ് പാപം എന്ന് പറയുന്നത്. എന്താണ് പാപം എന്ന് പറയുന്നത്? സിൻ എന്ന 3 അക്ഷരം കൊണ്ട് വിവക്ഷിക്കുന്ന ഈ പാപത്തിന് മൂലഭാഷയിൽ ഇങ്ങനെയാണ് പരാമർശിച്ചിരിക്കുന്നത്: ഹമർട്ടിയ. എന്താണ് ഹമർട്ടിയ? ഹമർട്ടിയ എന്ന് പറഞ്ഞാൽ ലക്ഷ്യം തെറ്റുക എന്നാണ് അതിന്റെ ശരിയായിരിക്കുന്ന അർത്ഥം. ദൈവിക കൂട്ടായ്മയിൽ വസിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ദൈവവുമായുള്ള കൂട്ടായ്മ വിട്ട് ലക്ഷ്യം തെറ്റി പാപിയായി തീർന്ന ചരിത്രമാണ് ആദാമിന്റെ ചരിത്രം വെളിപ്പെടുത്തുന്നത്. ദൈവിക കൂട്ടായ്മ നഷ്ടപ്പെട്ട മനുഷ്യൻ, ദൈവസന്നിധിയിൽ വിലയുള്ള മനുഷ്യൻ ദൈവത്തെ വിട്ടുപോകുന്ന ദുരന്തപൂർണമായ കാഴ്ചയ്ക്കാണ് ഉൽപ്പത്തി പുസ്തകം സാക്ഷ്യം വഹിക്കുന്നത്. എന്നാൽ വിലയുള്ള മനുഷ്യനെ, ആത്മാവുള്ള മനുഷ്യനെ കൈവിട്ട് കളയുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം ആത്മാവിന്റെ വില സർവ്വലോകത്തെക്കാൾ വിലയേറിയതാണ്. ലോകത്തിൽ എത്രയോ ആളുകൾ തങ്ങളുടെ കത്തികൊണ്ടും കടാര കൊണ്ടും സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയപ്പോൾ യേശുക്രിസ്തു എന്ന് പറയുന്ന അനിതര സാധാരണായിരിക്കുന്ന ഈ പുണ്യപുരുഷൻ ലോകത്തിലേക്ക് കടന്നു വന്നത് ഏതെങ്കിലും ഭൗതിക സാമ്രാജ്യം കെട്ടിപ്പടുക്കാനല്ല, പ്രത്യുത മനുഷ്യന്റെ ആത്മാവിന്റെ രക്ഷ നൽകുവാൻ വേണ്ടിയാണ്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പ്രധാനമായും 2 കാര്യങ്ങൾക്കാണ്. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത് പോലെ യേശു പറഞ്ഞു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവിന്റെ ഒരു ലക്ഷ്യമാണ് ദൈവത്തെ വെളിപ്പെടുത്തുക. ഒരിക്കൽ ഫിലിപ്പോസ് എന്ന് പറയുന്ന ശിഷ്യൻ യേശുവിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് പിതാവിനെ അഥവാ ദൈവത്തെ കാണിച്ചു തരണം. യേശു ഇങ്ങനെയാ പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു അഥവാ ദൈവത്തെ കണ്ടിരിക്കുന്നു. മാന്യ പ്രേക്ഷകരെ, യേശുക്രിസ്തുവിനെ കാണുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ കാണുന്നതിന് തുല്യമാണ്. രണ്ടാമത്തെ കാര്യം, യേശു ലോകത്തിലേക്ക് വന്നത് മനുഷ്യന് ആത്മരക്ഷ നൽകുവാനാണ്. യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പാപിയെ രക്ഷിക്കുവാനാണ്. മത്തായി സുവിശേഷം 9 അധ്യായത്തിൽ ആധികാരികമായി കർത്താവ് അക്കാര്യം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആത്മാവിനെ നേടിത്തരുവാൻ, രക്ഷ തരുവാനാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. നിരാശപ്പെടേണ്ട ആവശ്യമില്ല. താങ്കൾ ഒരു പാപിയാണെന്ന് യേശുവിനോട് സമ്മതിച്ച് യേശു കാൽവരിയിലെ കുരിശിൽ മരിച്ചത്, അടക്കപ്പെട്ടത്, പുനരുദ്ധാനം ചെയ്തത് എന്റെ പാപത്തിനു വേണ്ടിയായിരുന്നു എന്ന് താങ്കൾക്ക് വിശ്വസിക്കുവാൻ സാധിച്ചാൽ താങ്കൾക്ക് ഈ ആത്മരക്ഷ നേടാം, അഥവാ ആത്മാവിനെ നേടാൻ സാധിക്കും. ആത്മരക്ഷ നേടാതെയാണ് താങ്കൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതെങ്കിൽ അത് നിത്യനാശത്തിലേക്കായിരിക്കും എന്ന് ബൈബിൾ വെളിപ്പെടുത്തുകയാണ്. ഇനി താങ്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി മരിക്കുവാൻ മറ്റൊരു വ്യക്തിത്വമില്ല. താങ്കൾക്ക് പാപമോചനം തരുവാൻ മറ്റൊരു വ്യക്തിത്വമില്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് പാപിയായിരിക്കുന്ന താങ്കളെ തേടി ഈ ലോകത്തിലേക്ക് വന്ന യേശുക്രിസ്തുവിനോട് ഇങ്ങനെ പറയുക, യേശുവേ, ഞാനൊരു പാപിയാണ്, ഞാൻ അങ്ങയെ എന്റെ സ്വന്തം രക്ഷിതാവായി, സ്വന്തം കർത്താവായി ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ താങ്കൾ ആത്മരക്ഷ പ്രാപിച്ചവനായി
യേശു പറഞ്ഞ ഈ വാക്യം താങ്കളുടെ ജീവിതത്തിൽ അനർത്ഥമായി തീരും. അല്ലെങ്കിൽ താങ്കൾ നിത്യമായ നാശത്തിലേക്ക് പോകേണ്ടി വരും. യേശു പറഞ്ഞ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കട്ടെ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? കർത്താവ് താങ്കളെ സഹായിക്കട്ടെ.